ലോക്സഭ നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 9 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 96 മണ്ഡലങ്ങളിലാണ് നാലാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയും. ഗുഡ് മോർണിംഗ് എസ്കേൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പകുതി ഈ നാലാം ഘട്ടത്തോടെ പൂർത്തിയാവുകയാണ്. ഏറെ നിർണായകമായ മണ്ഡലങ്ങളിൽ, സംസ്ഥാനങ്ങളിലാണ് നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. കൂടുതലായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, ആന്ധ്ര, തെലങ്കാന എന്നീ 2 സംസ്ഥാനങ്ങളിലും നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ആന്ധ്രയിലെ 25ഉം തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലാണ് നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ഉത്തർപ്രദേശ്, ബീഹാർ, ജമ്മു കശ്മീർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയും പശ്ചിമ ബംഗാളിലെ 8 മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് നാലാം ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഒട്ടേറെ പ്രമുഖർ, കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ നാലാം ഘട്ടത്തിലും പ്രചരണത്തിൽ സജീവമാണ്. ഏറെ നിർണായകം എന്നുള്ളത് പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം 8 ഇടങ്ങളിലാണ് ഈ നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അത് BJPയും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളാണ്. നേരിട്ട് നടക്കുന്ന മത്സരമാണ് കൂടുതലും മണ്ഡലങ്ങൾ എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒപ്പം ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ജാട്ട് മേഖലയിൽ നിന്നും നീങ്ങി നിലവിലിപ്പോൾ യാദവ് ബെൽറ്റിലാണ് നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. യാദവ് വോട്ടുകൾ, ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ, ഇവ വിധി നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങളിലാണ് 8ാം ഘട്ടത്തിൽ. കൂടുതലായും ദേശീയ നേതാക്കൾ അടക്കം ഈ നാലാം ഘട്ട പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ ഇത്തവണ നേടാനുള്ള ശ്രമത്തിൽ BJPയും, എന്നാൽ ദക്ഷിണേന്ത്യ പൂർണ്ണമായും ഒപ്പം നിർത്താനുള്ള ശ്രമത്തിലായിരുന്നു ഇന്ത്യ സഖ്യവും. ഇത് കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ എല്ലാം തന്നെ കണ്ടതാണ്. ഇഞ്ചോടിഞ്ച് മത്സരം പ്രചാരണത്തിൽ ഇരു മുന്നണികളും പ്രകടിപ്പിച്ചിരുന്നു ഈ നാലാം ഘട്ടത്തിൽ. എന്തായാലും ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. പരസ്യ പ്രചരണം ഇന്ന് പൂർത്തിയായി. നാളെ മറ്റ് പോളിംഗ് സാമഗ്രികളുമായുള്ള നീക്കം ആരംഭിക്കും. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് നാലാം ഘട്ടം ത്തിന്റെ പ്രചാരണം ഇന്ന് അവസാനിപ്പിക്കുമ്പോഴും ഇരു മുന്നണികളും പ്രകടിപ്പിക്കുന്നത്. എസ്കേൻ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.